ചോ ആ ബീഹാറിലെ പോളിംഗിന് തൊട്ട് മുൻ ദിവസമാണ് രാഹുൽ ഗാന്ധി ഒരു ബോംബ് പൊട്ടിച്ചത്. ഹരിയാന ബോംബ് അല്ലെങ്കിൽ എച്ച് ബോംബ് എന്നുള്ള രീതിയിൽ പൊട്ടിച്ചു. അവിടെ വോട്ട് ചോരി നടന്നു, സംസ്ഥാനത്തെ ആകെ കൊള്ളയടിച്ചു എന്നുള്ള ഒരു വലിയ പ്രചാരണമാണ് അതിലൂടെ ഉണ്ടായത്. അപ്പോൾ ഈ നിരീക്ഷകരൊക്കെ അന്നും പറഞ്ഞു, ഇതിപ്പോൾ രാഹുൽ ഗാന്ധി ഇതിലൂടെ സ്കോർ ചെയ്യുമോ, മോദിക്ക് അടിപതറുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. അത് ആ ഒരു സാഹചര്യത്തെ പോലും അപ്രസക്തമാക്കുന്ന ഒരു റിസൾട്ടാണല്ലോ അല്ലേ? അത് വെറും തെറ്റിദ്ധാരണയാണ്. ഞാൻ പറഞ്ഞിട്ട് ഈ ബീഹാറിൽ തന്നെ ബീഹാറിലെ റിസൾട്ട് ഇപ്പോൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്തായിരുന്നു? ഉം. പാർലമെൻ്ററി റിസൾട്ട് ഇത് തന്നെയായിരുന്നു. രാഷ്ട്രീയ ജനതാദളിൻ്റെ വിരലുണ്ടാവുന്ന സീറ്റേ ബീഹാറിൽ കിട്ടിയുള്ളൂ. അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറിൽ നിന്ന് 40 MP-മാരുണ്ട് പാർലമെൻറ്റിലേക്ക്. അതിൽ വിരലിലുണ്ടാവുന്ന സീറ്റേ അവർക്ക് കിട്ടിയുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ബീഹാറിന് വേണ്ടി വലിയൊരു ഒരു സാമ്പത്തിക പാക്കേജ് ആ. കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തല്ലോ. കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം കൊടുക്കുക മാത്രമല്ല ചെയ്ത്, ബീഹാറിന് വേണ്ടി പ്രത്യേക സാമ്പത്തിക പാക്കേജ് കൊടുത്തു. അതുമൊക്കെ നിതീഷിൻ്റെ ക്രെഡിറ്റിലേ വരിക. നിതീഷ് കുമാർ ഒരു ചെറിയ നേതാവൊന്നുമല്ല. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ ഈ കള പറഞ്ഞിട്ട് വേണ്ടി കളിക്കാനിട്ട് ഈ എട്ടാം ക്ലാസ്സിൽ 8 തവണ തോറ്റ് പഠിത്തം നിർത്തിയ ആളാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ആര്? നമ്മുടെ തേജസ്വി യാദവ്. 9ാം ക്ലാസ്സിൽ തോറ്റ് പഠിത്തം നിർത്തിയവനാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്ന ആൾ. അയാളുടെ പേര് പോലും എനിക്കറിയില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഈ പാർട്ടിയെ മുന്നണി നയിക്കുന്നത്. എന്നിട്ട് ഇത് എങ്ങനെ ജയിക്കാനാണ്? നിങ്ങളൊന്ന് ആലോചിച്ചു. ഇന്നത്തെ കാലത്ത് മുഖ്യമന്ത്രിയുടെ മകനാണ്, അല്ലാണ്ട് പഠിക്കാൻ മാർഗമില്ലാതെ പശുവിനെ മേയ്ക്കാൻ പോയ ആളല്ല. ബീഹാർ മുഖ്യമന്ത്രിയുടെ മകൻ, അച്ഛനും അമ്മയും മുഖ്യമന്ത്രിമാരായിരുന്നു. എന്നിട്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി പ്രപ്പോസ് ചെയ്യുന്ന ആൾ 8ാം ക്ലാസ്സിൽ തോറ്റ് പഠനം അവസാനിപ്പിച്ചവരെന്ന് പറഞ്ഞാൽ നിങ്ങളാണെങ്കിൽ വോട്ട് ചെയ്യുമോ? ലീവ് ആണെങ്കിൽ വോട്ട് ചെയ്യുമോ? ഞാനാണെങ്കിൽ ചെയ്യില്ല. എനിക്ക് അതിന് മാത്രമുള്ള ഹൃദയ വിശാലതയൊന്നുമില്ല. പണ്ട് കാലത്ത് അച്യുതാനന്ദനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊന്നും പഠിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പഠനം വല്ല സമർത്ഥിപ്പെട്ടിട്ട് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന നേതാക്കന്മാർക്കുണ്ട് ഇല്ലേ? വിപ്ലവത്തിന് പോയവരുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിന് പോയവരുണ്ട്. അവർ നമുക്ക് മനസ്സിലാക്കി. ഇതങ്ങനെയല്ലല്ലോ. എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ട് 8ാം ക്ലാസ്സിൽ തോറ്റ് പഠനം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വോട്ട് ചെയ്യും? വോട്ട് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളിലൊക്കെ കൊണ്ട് നിർത്തിയിട്ട് ജനങ്ങൾ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് അത് ഒരർത്ഥമില്ല.